സംസ്ഥാനത്ത് വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. വീടുകൾ കയറി വോട്ടർമാരുടെ വിവരശേഖരണം നവംബർ 4 മുതൽ ഡിസംബർ 12 വരെ നടക്കും. കേരളത്തിലെ ഉൾപ്പെടെ 9 സംസ്ഥാനങ്ങളിലെയും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 2ാം ഘട്ട വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം നടപ്പാക്കുന്നു. തിരുവനന്തപുരത്ത് നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്ത് കൂടി ചേരുകയാണ്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. ഈ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ദേശീയ തലത്തിൽ നിന്നുള്ള അപ്ഡേറ്റ്സുകളാണ് ശ്രീകാന്ത് നേരത്തെ പങ്കുവച്ചത്. ഇന്നിപ്പോൾ കേരളത്തിലും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനം വളരെ സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഏപ്രിൽ മാസത്തിൽ കടക്കാൻ പോകുന്നു. കേവലം 5 മാസങ്ങൾക്കപ്പുറം ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. അതിന് മുന്നോടിയായിട്ടാണല്ലോ ഇപ്പോൾ ഈ വോട്ടർ പട്ടിക പരിഷ്കരണം നടത്താൻ പോകുന്നത്. പ്രശാന്ത്, ഗൗതം, തീർച്ചയായും കേരളവും വോട്ടർ പട്ടിക പരിഷ്കരണത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് മുതൽ അതിൻ്റെ പ്രാഥമിക നടപടിക്രമങ്ങൾ ആരംഭിക്കും. അതുമായി ബന്ധപ്പെട്ട പ്രാഥമിക നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. അതിനുശേഷം നവംബർ 4-നാണ് വിവരശേഖരണം ആരംഭിക്കുന്നത്. ആ വിവരശേഖരണം ഡിസംബർ 14-ാം തീയതി അവസാനിക്കും. തുടർന്ന് ഡിസംബർ 9-ാം തീയതി കരട് വോട്ടർ പട്ടിക പ്രഖ്യാപിക്കും. ജനുവരി 8 വരെയാണ് കരട് വോട്ടർ പട്ടികയ്ക്ക് സമർപ്പിക്കാനുള്ള അവസരം ഉണ്ടാകുക. അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 7-ന് ആണ് പ്രസിദ്ധീകരിക്കുക. ഈ ഒരു സാഹചര്യത്തിലൂടെയാണ് സംസ്ഥാനവും കടന്നു പോകുന്നത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലേക്ക് കേരളവും എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. നമുക്കറിയാം, കേരളവും നേരത്തെ ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കള്ളവോട്ടായാലും ശരി, മറ്റ് വോട്ട് മറിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ പിറകോട്ടല്ല. പലപ്പോഴും പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ ഒരു സാഹചര്യവും കേരളത്തിലും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അതുകൊണ്ട് തന്നെ വളരെ സുതാര്യമായിട്ട് വേണം ഈ വരുന്ന തെരഞ്ഞെടുപ്പ് നടത്താൻ എന്ന അതുതന്നെയാണ് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ അടക്കം തീരുമാനങ്ങളും അങ്ങനെയാണ്. ആ ഒരു സുതാര്യത സുതാര്യത വെച്ച് പുലർത്തിക്കൊണ്ട് തന്നെ സംസ്ഥാനവും തെരഞ്ഞെടുപ്പിലേക്ക് കടക്കണമെന്നതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. അതുകൊണ്ട് തന്നെയാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കേരളത്തിലും നടപ്പാക്കാൻ പോകുന്നത്. ഇന്നു മുതൽ അതിൻ്റെ പ്രാഥമിക നടപടിക്രമങ്ങളെല്ലാം ആരംഭിക്കുകയും ചെയ്യും. അതിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കടക്കുകയും ചെയ്യും. കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ അപ്ഡേറ്റ് ഇവിടെ നിന്നും വരേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, കേരളത്തിലും സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ചില ഇടങ്ങളിൽ നിന്ന്, അതായത് ഇടത് കേന്ദ്രങ്ങളിൽ നിന്നടക്കമുള്ള ഭിന്നസ്വരങ്ങൾ നമ്മൾ കേട്ടു തുടങ്ങി. നേരത്തെ തന്നെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് അനുമതി അല്ലെങ്കിൽ പട്ടിക പരിഷ്കരണം അനുവദിക്കാൻ സാധിക്കില്ല എന്നുള്ള ചില പരാമർശങ്ങൾ പല ഇടങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിലേക്ക് കടക്കുമ്പോൾ ഈ കേരളത്തിലും പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും ഈ ഇടത് കേന്ദ്രങ്ങളിൽ നിന്നടക്കം അല്ലെങ്കിൽ മറ്റ് പല ഭാഗങ്ങളിൽ നിന്നും അടക്കം ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഉള്ള പ്രതികരണങ്ങളിലേക്കൊക്കെ കടക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതൊന്നും വകവയ്ക്കാതെ തന്നെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വളരെ സുതാര്യമായിട്ട് നേരത്തെ പലതരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും സുതാര്യമായിട്ട് നടത്തണമോ അത്രയും സുതാര്യമായിട്ട് വേണം തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുവാൻ എന്നത് തന്നെയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും തീരുമാനം. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ, അതായത് യാതൊരുവിധ ഈ തെരഞ്ഞെടുപ്പിനെ തെറ്റായി മാറ്റുന്ന തരത്തിൽ അല്ലെങ്കിൽ വോട്ടർ പട്ടിക അട്ടിമറിക്കുന്ന അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാഷ്ട്രം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. അതിനാൽ ഇവിടെ നടക്കുന്ന വോട്ടെടുപ്പ് വളരെ സുതാര്യമായിരിക്കണം. ഈ ലക്ഷ്യത്തോടു കൂടിയാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ 2ാം ഘട്ടം നടത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ അപ്ഡേറ്റ്സ് ആണ് തിരുവനന്തപുരത്ത് നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്തും ഡൽഹിയിൽ നിന്ന് ശ്രീകാന്തും പങ്കുവച്ചത്.